ഒരു കൂട്ടം പറയാനുണ്ട്. പ്രിയ രാധയാ, ഒരാളുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ ഈ മറിഞ്ഞിരിക്കണേ? ഇതൊരു വിദ്യ തന്നെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീല തമ്പുരാട്ടിമാരുടെ കണ്ണിപ്പെടാണ്ട് നടന്നില്ലെങ്കിൽ ചീത്ത കേൾക്കും. ശൂദ്രച്ചിക്കുട്ടി, ദുശകുനം, അശ്രീകരം എന്നൊക്കെയാ എനിക്കിട്ടിരുന്ന പേര്. ഇപ്പോഴല്ലേ രാധയും മോളും ഒക്കെ ആയത്. ഇപ്പോ ആ പവറിൽ അങ്ങോട്ട് നടന്നൂടെ? എന്തിനത്? ഒക്കെ കള്ളസ്നേഹ കാട്ടണത്. ചിരിച്ചു കാട്ടിയാലും ഉള്ളിന്റെ ഉള്ളില് പല്ലിറുമണത് എനിക്കറിഞ്ഞൂടെ. അയ്യേ, കരയാ? പെൺകുട്ടികള് കരയണത് കണ്ട വലിയ വിഷമാ. അതും രാധ. എപ്പോഴും ചിരിക്കണ മൊഹ എനിക്കിഷ്ടം. ഒന്ന് പുഞ്ചിരിക്കൂ കാണട്ടെ. ആ, ചിരിക്കുന്നേ. എത്ര ശൈലായിരിക്കുന്നു. ഇനി പറയൂ, എന്താ ഒരു കൂട്ടം പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് വരുമോ? അത് അബദ്ധാവോ? അമ്മ കരുതിയിരിക്കണത് അവിടുന്ന് ഉണ്ണിയാണെന്നാണ്. നുണ പറഞ്ഞു ഞാൻ മടുത്തു. ചോദിക്കുമ്പോ ഒക്കെ ഓരോ കാരണങ്ങൾ പറയും. നാളെ വരും, മറ്റന്നാള് വരുമെന്നൊക്കെ. പാവം എന്റെ അമ്മ എത്ര നാളാന്ന് വെച്ച് ആശിപ്പിക്കുക. ഒന്ന് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ വരാം. ഈ ഉണ്ണി എങ്ങനെ മരിച്ചേ? സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയതാ. ബസ് മറിഞ്ഞ് 7 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഉണ്ണിയായിരുന്നു. 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം പോലും ഇങ്ങടേക്ക് കൊണ്ടുവന്നില്ല. ശരീരം ഒന്ന് പറയാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നില്ല അത്രേ. മരിച്ചോന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാണാണ്ടായിന്നാ പറഞ്ഞത്. അന്വേഷിക്കണുണ്ട്. ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞ് ഒടുവിൽ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. ആദ്യമൊക്കെ എല്ലാരെയും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ മാത്രം അമ്മ ഒന്നും നുള്ളിയിട്ട് പോലും ഇല്ല. രാധയുടെ അമ്മ പ്രസവിച്ച സ്ത്രീയെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. 1 വയസ്സുള്ളപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ആ സ്ത്രീ. അന്നു മുതല് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അമ്മയുടെ കൂടെ വളർന്നതാ ഞാൻ. സരസ്വതി പറയും, കുട്ടിയെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കുകയും ഒക്കെ ചെയ്യണ കണ്ട തമ്പ്രാട്ടിക്ക് പ്രാന്താണെന്ന് ആർക്കും തോന്നില്ല അത്രേ. എന്നെ അത്ര ഇഷ്ടാണ് എന്റെ അമ്മയ്ക്ക്. അച്ഛൻ എന്തിനാ താൻ എന്റെ കുട്ടിയെ കരയിപ്പിക്കണത്? ഏയ്, ഒന്നുമില്ല. ഉണ്ണിയെ കുറിച്ച് പറയായിരുന്നു. എന്തിനാ ആ കുട്ടി ഈ കഥകളൊക്കെ എല്ലാവരുടെ മുമ്പിൽ എഴുന്നള്ളിക്കാൻ നടക്കണത്? ഞാൻ ചോദിക്കുകയായിരുന്നു. ആ എന്നെ ഇന്നിനെ അങ്ങോട്ട് പോവാൻ വയ്യ. നല്ല സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്കോ. അല്ല, ഞാൻ തെറ്റ് വല്ലതും ചെയ്തോ ആവോ? തെറ്റ് ചെയ്ത് താനും ഞാനും ഒന്നുമല്ല, വിധിയാ. കളക്ടറുടെ റെസിഡൻസിൽ നിന്ന് ചെല്ലാന്ന് പറഞ്ഞതാ. ഇനി ഇപ്പൊ എന്താവോ? അമ്മേ, വന്നോ നീയെ? അമ്മയുടെ അടുത്തേക്ക് വരൂ. ചങ്ങല ഇട്ടിട്ടുണ്ട്, വന്നോളൂ. നീ എങ്ങോട്ടേക്കാ പോയത്? ഉണ്ണി വന്നത് കണ്ടില്ലേ? ഇനി ഞാൻ ഉണ്ണിയെ എങ്ങോട്ടേക്കും വിടില്ല. എന്നെ വിട്ടു പോവരുത്. പോവോ? ഇല്ല. ഉണ്ണിക്ക് കുറെ ജോലിയുള്ളതാണ്. ജോലി ഇല്ലാത്തപ്പോഴൊക്കെ അമ്മയുടെ അടുത്ത് വന്നിരിക്കും അല്ലേ? ചുറ്റും ശത്രുക്കളുണ്ട്. മതിലകത്തുനിന്ന് ചെറിയച്ഛൻ പടം നയിക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ചാരന്മാര് കൊട്ടാരത്തിനുള്ളില് പതുങ്ങി നിൽക്കുന്നുണ്ട്.
സൂക്ഷിക്കണം കേട്ടോ. ആ ഈ ചങ്ങല അഴിക്കട്ടെ. രാധേ അതും കഴിക്കൂ. ഉണ്ണിക്ക് പേടിയാവോ? ഉണ്ണി എന്തിനാ അമ്മയെ പേടിക്കണത്? അമ്മ എന്റെ കൂടെ പുറത്തേക്ക് വരണോ? വേണ്ട, കൂട്ടം തെറ്റിപ്പോവും. അമ്മയുടെ കയ്യില് മുറുക്ക പിടിച്ചോളണം കേട്ടോ. തമ്പുരാൻ ഒന്ന് ഇങ്ങോട്ട് വരൂ, ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, തമ്പുരാട്ടിയുടെ ഈ നടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയോ സൂക്കേടുള്ളവരാന്ന്? ഈ മാളിക മുറിയിൽ അടച്ചുപൂട്ടിയിടുന്ന അബദ്ധം ഇപ്പൊ കണ്ടോ? അനന്തൻ നമ്പൂതിരി പരസ്യമായിട്ട് നിസ്കാരം തുടങ്ങിയോ? ദിവസവും 5 നേരവും നിസ്കരിക്കണമെന്നാ ഇവിടെ വന്നാ പതിവൊക്കെ ആകെ തെറ്റി. വന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്താ ബോംബെ തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കാലോ. അല്ല, കൊലപാതകം എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എല്ലാവരും? അപ്പൊ കുറെ ശൈത്താന്മാരുണ്ടല്ലേ ഇതിന്റെ പുറകില്? തനിക്ക് ഇത്രയും വലിയൊരു തുക തരുന്നത് പിന്നെ എങ്ങനെയാന്നാ വിചാരം? ദേ ആ കളവനെ എത്രയും പെട്ടെന്ന് തട്ടണം. അവരെല്ലാരും അവിടെ കാത്തിരിക്കണു, വേഗം വരാൻ പറഞ്ഞു. താൻ ചെല്ല്, ഞങ്ങൾ വന്നോളാം. ആരൊക്കെയാ ഈ കാത്തിരിക്കുന്നവര്? കാശ് മുടക്കുന്നവര്. വാ പോവാ. ഒരു മിനിറ്റ് നിൽക്കേ. ശരി പോകാം. ഇപ്പോഴെന്തിനാണ് ഈ മാരകായുധം എടുക്കുന്നത്? അതവിടെ വെച്ചേക്കൂ. ഒരു കില്ലർ എപ്പോഴും കരുതിയിരിക്കണം. ഏത് സമയത്താണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വരണം. ഇരിക്കൂ. വേണ്ട. കത്തിയുണ്ട് കയ്യിൽ. ഓഹോ, ആയുധങ്ങളുമായാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. ആയുധം എടുക്കേണ്ട സമയമായില്ലല്ലോ. ബുദ്ധി കൊണ്ടാണ് ഇവിടെ ജയിക്കേണ്ടത്. അതൊക്കെ യഥാസ്ഥാനത്തിന് സൂക്ഷിച്ചു വെച്ചോളൂ. ഉടനെ കൊല്ലണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം. വെട്ടിത്തെറിങ്ങൾക്ക് കാതു കൊടുക്കണ്ട. ആദ്യഘട്ടം ഭംഗിയായി. ഇനി ബുദ്ധിയും കൗശലവുമാണ് വേണ്ടത്. ഉദയവർമ്മയുമായി കൂടുതൽ അടുക്കണം. പള്ളിയറയിൽ വരെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആ ബന്ധം വളരണം. പിന്നെ എളുപ്പമാണ്. അത് ഞമ്മക്കറിയാം. പിന്നെ വധിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ട് വേണം. അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ വിജയത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇത്തരം കൂടിയാലോചനകൾക്ക് വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. എനിക്ക് ശ്രമിച്ചാവോ? അയാള് പോയി. ആള് കേമനാണെന്ന് തോന്നുന്നു. എന്താ ജാനകി, മുഖവുര വേണ്ട, നീ കാര്യം മാത്രം ഇങ്ങോട്ട് പറയാ. ഞങ്ങള് സൗദാമനിക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടനൊന്ന് സംസാരിക്കണം. ആരാ ആള്? അനന്തൻ നമ്പൂതിരി. തിരുമേനിക്കും ഇവിടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഇവിടെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇഷ്ടാണെന്ന് അർത്ഥമുണ്ടോ? ഏട്ടനൊന്ന് സംസാരിച്ചു നോക്കിയാൽ. ജാനകി വെക്കോളൂ. ഗോപിക വസന്തം ദേവി വനമായി, ഗോപിക വസന്തം ദേവി നവനവ ഗോപിക വസന്തം തേടി എൻ മനമു. പാടുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഭാവം വിടാതെ പാടൂ. അയ്യോ, ടീച്ചറെ അറിയില്ലേ? അക്കാഡമി അവാർഡ് കിട്ടിയതാ. അതുകൊണ്ട്
എങ്ങനെ പാടാന്നാണോ? പാടുമ്പോ ആ ഭാവം രാധയ്ക്ക് കൃത്യമായിട്ട് കിട്ടുമോ? തിരുമേനി, ഇത് പാട്ട് കച്ചേരിയല്ല, മോഹിനിയാട്ടമാ. സാഹിത്യത്തിന്റെ ഭാവം നോക്കിയാ താളം തോന്നിയതുപോലെയാകും. ആര് പറഞ്ഞു? ശരി, ഞാനൊന്ന് നോക്കട്ടെ. വസന്തം തേരി വനമാലി നവനവ ഗോപികാ വസന്തം തേരി വനമാലി എൻ മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാ വസന്തം തേരി വനമാലി. ഗോപികാ വസന്തം തേരി വനമാലി നവനവ ഗോപികാ വസന്തം തേരി വനമാലി. എൻ മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാ വസന്തം തേരി വനമാലി. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ. അഴകിൽ നിറയും അഴകാം നിൻ അഴകിൽ നിറയും അഴകാം നിൻ വ്രതഭംഗികളറിയാൻ മാത്രം ഗോപികാ വസന്തം തേരി വനമാലി.
വസന്തം തേടി വനമാലി. രാധേ, ഇന്നെന്താ സന്ധ്യയ്ക്ക് ദീപം കൊളുത്താനും ദീപാരാധന തൊഴാനുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല? ഇനിയും നിന്ന് സമയം കളയാണ്ട് വേഗം ചെല്ലുക. എന്താ പറ്റിയത് ഈ കുട്ടിക്ക്? ഇതൊരു സൂചനയാ. ഊതി ഊതി പെരുപ്പിക്കാവുന്ന എന്തോ ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട് മനസ്സില്. ഇല്ലത്തേക്ക് ഒരീസം വരണമെന്ന് വിചാരിക്കാ ഞങ്ങള്. അല്ല, അത് വന്നോളൂ, സന്തോഷേ ഉള്ളൂ. പ്ലാക്കുറിശിന്നൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആവാലോ. അല്ല, പ്രഭാകരവർമ്മയും രവിവർമ്മയൊക്കെ അതിന് സമ്മതിക്കോ? അവർക്ക് സന്തോഷേ ഉണ്ടാവും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ? ഒന്നുമില്ല, അങ്ങനെ ഒരു ഊഹം. വർമ്മയുടെ കാര്യം പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. ദാ അതിനു മുമ്പ് ഇങ്ങെത്തി. ദീർഘായുസ. നമ്മുടെ സൗദാമിനിയെ തിരുമേനിക്ക് ബോധിച്ചിരിക്കുന്നു. എന്തായത്? അച്ഛാ, അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നു. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് നിനക്കാ. ഇറങ്ങടാ വെളിയില്. ഇനി മേലാലി മാളികപ്പുറം കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എന്താ ഇത്? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കാ? ഞാനത് സൈക്കിൾ കേട്ടോ. ഇതൊക്കെ വളരെ മോശ. നല്ല ഒരു ബന്ധം അതില്ലാണ്ടാക്കിയല്ലോ നിങ്ങള്. ഏട്ടനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു. നല്ല ബന്ധം. ഞാനിതൊന്നും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഭഗവാനെ? വലിയ ഒരു ഇല്ലത്തെ ഒരേ ഒരു ആണ്ടിരി, അതും നല്ല തേജസ്സുള്ള നമ്പൂതിരി. ഇങ്ങനെ ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിങ്ങൾ എതിർത്താലും ഞാൻ ഏട്ടനോട് പറഞ്ഞ് ഇത് നടത്തിക്കും. എന്റെ ജാനു, അവൻ നമ്പൂരിയല്ല, നായരും അല്ല. പിന്നെ പിന്നെ അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. അത് പറ്റില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരായാള്? വലഞ്ഞൂലോ എന്റെ ഭരദേവതേ. നിങ്ങൾ എല്ലാരും കൂടി ഇത് നാട് മുഴുവൻ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വല്യച്ഛൻ ഇപ്പൊ ഇത് കൊട്ടി എഴുന്നള്ളിക്കാൻ പോയ എന്തിനാ? അച്ഛനാണ് മണ്ടൻ എല്ലാരും പറയാ. ആന മണ്ടൻ വല്യച്ഛൻ തന്നെയാ. ഞാൻ പിന്നെന്താ, എന്റെ മോളെ ഒരു നാലാം വേദക്കാരൻ കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് കരച്ചിലും പഴിപറച്ചിലും ഒക്കെ ആയി. ഇനി നിർത്താം. ഏതായാലും അറിഞ്ഞു. ഇനി വേറൊരു ചെവി അറിയാൻ ഇടവരുത്. കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അറിഞ്ഞിട്ടില്ല. എന്റെ സൗദാമനിയും മോഹിനി ഇതറിഞ്ഞ അവര് ഹൃദയം പൊട്ടി മരിക്കും. അമ്മാമ്മ എന്ന് പറഞ്ഞ അത്ര ജീവന അവർക്ക്. അപ്പന്റെ അമ്പികയോ? ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ശരിയച്ച, ഏട്ടനെ വേദനിപ്പിക്കാതെ കഴിക്കണം. നടക്കാനുള്ളത് നടക്കും. നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതുക. വിവരമില്ലായ്മ കാണിച്ചാൽ ജയിലഴി എണ്ണേണ്ടി വരുന്നത് സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമാ. അത് മറക്കണ്ട. എന്നാലും ഞങ്ങൾ ഇതെങ്ങനെ സഹിക്കും ചെറിയച്ച? സഹിച്ചേ പറ്റൂ. 101 മക്കള് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണിട്ട് ഗാന്ധാരി സഹിച്ചില്ലേ? പിന്നെയാണോ ഇത്? കയ്യിൽ വരാൻ പോകുന്നത് 10-50 ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുവകകളാണ്. അത് വേണ്ടെന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. പറയൂ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ രവി? ഇനി 3-ാം ഘട്ടം ആരംഭിക്കാമെന്ന് അയാളോട് പറഞ്ഞേക്കൂ. ചെക്ക്. പെട്ടു അല്ലേ? അതെ. കുതിര, തേര്. രാജ
രാജാവിന് നീങ്ങാൻ ഒരു രക്ഷയുമില്ല അല്ലേ? ഒരു രക്ഷയില്ല. സമ്മതിച്ചിരിക്കണം. ഒരു കാലാളിന്റെ മുമ്പിലാണ് രാജാവ് വീണത്. തോൽവി സമ്മതിച്ചിരിക്കണം. അല്ല, തോറ്റ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ, രാജാവിനെ രക്ഷിക്കാൻ തന്റെ ബുദ്ധിയിൽ വല്ലതും തോന്നണുണ്ടോ? അല്ല, വെറുതെ ഒന്നറിയാനാ. ഇല്ല, അങ്ങ് ബുദ്ധിപൂർവ്വമല്ല കളിച്ചത്. നീക്കങ്ങളൊക്കെ അബദ്ധമായിരുന്നു. ഇന്ന് എനിക്കൊരു ഉത്സാഹമില്ല. ഉള്ളിൽ എന്തോ കിടന്ന് അങ്ങനെ വിഷമിപ്പിക്കണ പോലെ. എന്തു പറ്റി? എന്താണെന്ന് അറിയില്ല, ഒരു മ്ലാനത. ആലോചിച്ചു നോക്കിയാ ഒക്കെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് ആലോചിക്കാണ്ടിരിക്കുക ഭേദം. തനിക്ക് ഇന്നിനി അവിടേക്ക് പോണോ അതോ ഇവിടെ കൊള്ളണോ? അത് എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ. കിടന്നാലും ഉറക്കം വരില്ല. നമുക്ക് എന്തേലും കഥകളൊക്കെ പറഞ്ഞിരിക്കാം. എന്താ അങ്ങയുടെ ഇഷ്ടം. എന്തായി കാട്ടിയത്? ഞാൻ ഭയന്നുപോയി. രാധ വരുന്നതും കത്ത് മറിഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ കണ്ടാ വഴിമാറി പോകാനും തുടങ്ങി. ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ? എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഗുപ്തന്. നോക്കൂ, എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ്. ഞാൻ അങ്ങനെയല്ല. അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം. ഞാൻ പോണു. രാധ നിൽക്കൂ. ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ? ഞാൻ പാടും, ആടും, കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവൻ ഞാൻ മാത്രാണ്. എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ. എനിക്കൊന്ന് കേൾക്കാമല്ലോ. തന്നെ ഇപ്പൊ ആരാ ഇങ്ങനെ ക്ഷണിച്ചേ? എന്താ ഇത്? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? താൻ തന്റെ പാട്ടിന് പോണ്ടോ? ശല്യം. രാധേ, രാധേ. അതെ, ഓക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ? താൻ എന്നോട് മിണ്ടരുത്. രാധയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാണ്ടാക്കിയാൽ പ്രധാനി താനാ. ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക്. സ്വരം നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞനാവണമെന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും, ഓർത്തോ കൊരങ്ങൻ. കണ്ടാല് അങ്ങനെ തോന്നുന്നുണ്ട് ട്ടാ.